മട്ടൻ ബിരിയാണി കിട്ടും. വേളാങ്കണ്ണി വേളാങ്കണ്ണി ഇത്രയും ചെറിയ മുരിങ്ങമേലാണ് ഈ കായ് ഇതൊക്കെ ഉണ്ടായിട്ട്. ഇതൊക്കെ ഏതാ സ്ഥലം പോലും അറിയാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കണം. ഹെൽമെറ്റും അതേപോലെ തന്നെ വണ്ടിയൊക്കെ ഇടുന്നു ഉഴയുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് തഞ്ചാവൂർക്കാണ്. ഇപ്പോൾ എത്തിയിട്ടുള്ളത് പാലക്കാടാണ്. ഇനി അടുത്ത നമ്മൾ ഡെസ്റ്റിനേഷൻ പൊള്ളാച്ചി, പഴനി, ദിണ്ടുഗൽ ആ റൂട്ടാണ് നമ്മൾ പിടിക്കുക. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റേറ്റ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പളനി, ദിണ്ടുഗൽ റൂട്ട് പിടിക്കാനായിട്ട്. നേരെ പോയി കഴിഞ്ഞാൽ തിരുപ്പൂർ അതേപോലെ തന്നെ കോയമ്പത്തൂർ റൂട്ടാണ് വരിക. പക്ഷെ നമുക്ക് റേറ്റ് കട്ട് ചെയ്ത് സിഗ്നലിൽ നിന്ന് റേറ്റ് കട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ പഴനിക്ക് കറക്റ്റ് ടച്ച് ചെയ്യുന്നില്ല, പഴനി റൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് പോകേണ്ടത് നമുക്ക് ദിണ്ടുഗലാണ്. ദിണ്ടുഗൽ ബിരിയാണി കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ 3 വർഷം മുന്നേ കൊടൈക്കനാൽ പോയപ്പോൾ ഭക്ഷണം കഴിച്ച ഹോട്ടലായിട്ടത്. അന്ന് റൂട്ടൊക്കെ അടിയിൽ കൂടെ ആയിരുന്നു. മേലത്തെ പാതറ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാ ആളുകളും ഇവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ച്, ഒരുപാട് മലയാളീസ് ഇവിടെ ഫുഡ് കഴിച്ചിട്ടാണ് പോയിരുന്നത്. പക്ഷേ ഈ പാത വന്നതോടുകൂടി അവിടുത്തെ കച്ചവടമൊക്കെ മറ്റേ ഷോക്കായി. ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വിൻഡ്മിൽസ് ഇവിടെ ഉണ്ട്, കാണാൻ നല്ല അടിപൊളി ആട്ടോ ഇവിടെയൊക്കെ. ഇതൊക്കെ ഭയങ്കര വലിപ്പാട്ടോ. അതിന്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാല് അത്രയും ചെറുതായിരിക്കും നമ്മളൊക്കെ. അത്രയും ഹൈറ്റിലെ വലിയ സംഭവമാണ്. നമ്മൾ ദൂരത്ത് കാണുമ്പോ ചെറുതായിട്ട് നമുക്ക് തോന്നും. ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട് പഴനിക്ക്. എന്താ ഭംഗി. പിന്നെ ഈ പൊള്ളാച്ചി ഏരിയയിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കൃഷിയൊന്നും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ മറ്റ് കൃഷികളെക്കാട്ടും കൂടുതൽ ഇവിടെ കാണപ്പെടുന്ന തെങ്ങാണ് കേട്ടോ. തെങ്ങ് ഇഷ്ടം പോലെ റോഡ് വക്കിലൊക്കെ ഇഷ്ടം പോലെ തെങ്ങാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. എന്താ രസം, അടിപൊളിയാ. ഇത് പുതിയ ട്രോൾ ബൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ട്രോൾ ബൂത്ത് തന്നെ അല്ലേ? ട്രോൾ ബൂത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഇനി ഭാവിയിൽ വരും. വർക്കുകൾ എന്തായാലും പുരോഗമനമുണ്ട്. വിൻഡുകളിൽ ഇഷ്ടം പോലെ കേട്ടോ. 1-2 ഒന്നല്ല, സംഖ്യയുടെ പിടിപ്പിച്ചിരുന്നവര്. നമ്മളിത് ശരിക്കും ഈ സമയത്തൊക്കെ ഒരു 9 മണിക്ക് ആകുമ്പോൾ എത്തണ്ടായിരുന്നു. പ്ലാൻ കംപ്ലീറ്റ് പാളി. നേരത്തെ 2 മണിക്ക് നിച്ച് വരണ്ട നമ്മള് ഇപ്പൊ വരണ ഒരു 7 മണി ആകുമ്പോ തന്നെ എല്ലാം തകടം പറഞ്ഞു. ഇപ്പൊ ഇത് മുരിങ്ങ കൃഷിയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മളെ നാട്ടിൽ ഇത്രയും ചെറിയ മുരിങ്ങേമ പൂവൊക്കെ ഇട്ട് നിക്കണേ? ഇത്രയും ചെറിയ മുരിങ്ങേമലാണ് ഈ കായ് ഇതൊക്കെ ഉണ്ടായിട്ട് അല്ലേ. നമ്മളൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ വെച്ച് അത് ഉണ്ടായി വരുമ്പോഴേക്ക് എത്ര വർഷം എടുക്കും. ഇവിടെ നിന്നൊക്കെ കേട്ടാ നമ്മളെ നാട്ടിലേക്ക് മുരിങ്ങക്കായ കയറ്റി അയക്കണേ. ഇത് സ്ഥലം എവിടെയാന്ന് വെച്ചാൽ പൊള്ളാച്ചിന്ന് ദിണ്ടുഗൽ പളനി റൂട്ടാണ്. ദിണ്ടുഗലിലേക്ക് പോണ റൂട്ടാണ്. അവിടെയാണ് ഈ ഒരു കാഴ്ച ഉണ്ട്. അപ്പൊ കണ്ടപ്പോ ഒരു വ്യത്യസ്തത തോന്നി. നമുക്ക് ഇവിടുന്ന് റേറ്റ് എടുത്ത് പോകണം. വടാൽപ്പെട്ടി ബിരിയാണി, ദിണ്ടുഗൽ. കാളകളൊക്കെ അഴിച്ചുവിട്ടിറക്കാം കേട്ടോ. മൊത്തം നടന്നു പോവാ. ഇവിടുന്ന് നമ്മൾ റേറ്റ് പോണം. ശിവ ബിരിയാണി. ഇവിടൊക്കെ കച്ചവടമാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഞായറാഴ്ച മിക്ക ഷോപ്പ് അടച്ചിടുന്നുണ്ട്.
ദിണ്ടുകൽ ശിവ ബിരിയാണി. അപ്പോൾ നമ്മൾ ശിവ ബിരിയാണിയിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നായിരുന്നു. പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ടെന്ന് അറിയില്ല, ശിവ ബിരിയാണി ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വിട്ടത് പിന്നെ വേണു ബിരിയാണിയിലേക്കാണ്. ദിണ്ടുകൽ വന്നു കഴിഞ്ഞാൽ ശിവ ബിരിയാണി ആൻഡ് വേണു ബിരിയാണി ഇതാണ് ഏറ്റവും ബെസ്റ്റ്. വേണു ബിരിയാണിയിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിട്ട് അനുഭവപ്പെട്ട്. ഭയങ്കര തിരക്കാന്ന് പുറത്തേക്ക് അധികമൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കര തിരക്കാണ്. നോൺ എ സി ഉണ്ട്, എ സി ഉണ്ട്, എല്ലായിടത്തും തിരക്ക് തന്നെയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ടോക്കനൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുക്കിംഗ് ഇല്ല തോന്നുന്നുണ്ട്. അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി, അപ്പുറത്ത് കിച്ചൺ ഉണ്ട്, കിച്ചണിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടുന്ന് വെക്കുകയാണ്. ഇവിടെ നിന്നാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പേര് ഇതൊക്കെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കും കിട്ടിയ സീറ്റ്. നമ്മളും വീണ്ടും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെല്ലെ ഇല വന്നു. പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് എത്തി തുടങ്ങി. മട്ടൻ ബിരിയാണി കിട്ടും. മട്ടൻ ബിരിയാണി കിട്ടും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കനൊക്കെ അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പീസ് 2 പീസ് അങ്ങനെ ആയിരിക്കും. ഇതൊരു മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, സോഫ്റ്റ് മീറ്റാണ്. ഇഷ്ടപ്പെട്ടാ? ഇപ്പോൾ ദിണ്ടുകലിൽ നമ്മൾ ബിരിയാണി കഴിച്ചിറങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു, നോർമൽ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ ബില്ല് വന്നപ്പോഴാണ് നമ്മളെ കണ്ണ് തള്ളിയത്. ഹാഫ് മട്ടൻ ബിരിയാണിക്ക് 370 രൂപയും അതേപോലെ തന്നെ ഹാഫ് ചിക്കൻ ബിരിയാണിക്ക് 340 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വളരെയധികം ഓവർ പ്രൈസ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നമ്മളെ നാട്ടിലൊക്കെ ചെറിയ പൈസയ്ക്ക് കുഴപ്പമില്ലാത്തൊരു 100 രൂപ, 120 രൂപ, 150 രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കിട്ടുമ്പോൾ ഈ ബിരിയാണി ഒന്നും അതിൻ്റെ അടുത്തേക്ക് എത്തില്ല. പക്ഷേ ഓരോ നാട്ടിൽ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് കഴിച്ചു നോക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. 2.5 മണിക്കൂർ 160 കിലോമീറ്റർ അതിന് ഇവിടുന്നുള്ളത്. എന്തായാലും പോയേക്കാം. പിന്നെ ഈ ദിണ്ടുകൽ ഈ റൂട്ടിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ചുറ്റുവട്ടത്തും മലകളാട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഭംഗി കൂടുതലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് മഴക്കാലത്തേക്ക് ഈ റൂട്ട് പോകുമ്പോ ഒന്നും പറയേണ്ട ഒരു രക്ഷ ഉണ്ടാവില്ല, സൂപ്പർ ആയിരിക്കും. എപ്പോഴും നോക്കിയാലും മലയാണ്, മലയും വെള്ള നിറത്തിലുള്ള ആകാശം, ഒരു രക്ഷയില്ല. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി തന്നെ. 6-7 മണി രൂപ എന്തായാലും നമ്മളവിടെ റീച്ച് ചെയ്യും. നമ്മൾ തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലും കർണാടക ആയാലും ശരി എവിടെയായാലും ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നാമത്തെ റേറ്റ് ചോദിച്ച് കഴിക്കണം. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. നമ്മൾ വിശപ്പ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ബില്ല് വരുമ്പോൾ കണ്ണുകളിൽ പോവും. അതുകൊണ്ട് എവിടെ പോയാലും, കർണാടകയിൽ പോയാലും ചില സ്ഥലങ്ങളിലൊക്കെ പിടുത്തം വിട്ട റേറ്റ് ആണ്. കർണാടക ഇപ്പൊ കൂർഗിലൊക്കെ പോയി കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിൽ പിടുത്തം വിട്ട റേറ്റ് ആണ്. അപ്പൊ ഈ തട്ടുകട പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ
ഒന്നുകൂടി പൈസ ലാഭിക്കാനായിട്ട് പറ്റും. മാത്രമല്ല കേട്ടോ, നല്ല ഫുഡ് കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. ഹൈജീനൊക്കെ എല്ലായിടത്തും ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഫുഡ് മാത്രമേ ഹൈജീനായിട്ട് കിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും പ്രതീക്ഷിക്കണ്ട. ഹൈജീനൊക്കെ എല്ലായിടത്തും കണക്കാനായിരിക്കും. ഹൈവേ അതോറിറ്റി. അപ്പൊ ടോൾ ബൂത്ത് കഴിഞ്ഞു, ഇനി നമുക്ക് പറക്കാം. ഇത് കൊടുത്താ വാവ്. ഓരോ ദൂരം വരുമ്പോൾ വ്യത്യസ്തമായ മലനിരകളെ കാണുന്നത് കേട്ടോ, വ്യത്യസ്തമായ റോഡുകൾ. എന്ത് രസം, അടിപൊളി. വേണ്ട വേണ്ട. ഇനി നമുക്ക് ഏകദേശം 121 കിലോമീറ്ററോളം റൺ ചെയ്യാനുണ്ട്. ഇത് സ്റ്റേഷനിലാണ് ഈ ടോൾ പാസ് ഉള്ളത്. ഇപ്പോൾ ബൈക്കിട്ട് വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ടോള് കൊടുക്കാതെ തന്നെ നമുക്ക് പോകാം. 1-2 പേരാണ് വരുന്നതെങ്കിൽ ബൈക്കാണ് കൂടി യാത്രയ്ക്ക് ബെറ്റർ. അതായത് നമ്മൾ നാച്ചുറലായിട്ടുള്ള കാലാവസ്ഥയൊക്കെ അറിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് സാവധാനം പോയാൽ മതി, മെല്ലെ പോവാം. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ ഏത് ട്രാഫിക് കൂടി ചെറിയ റോഡിലൂടെ ബൈക്ക് എടുത്തിട്ട് പോവാം, അതൊക്കെ ഒരു ഗുണം തന്നെയാണ്. പിന്നെന്ന് വെച്ചാല് ബൈക്കിട്ട് വരുമ്പോൾ കറക്റ്റ് സേഫ്റ്റി ഗിയേഴ്സ് ധരിക്കാൻ മാക്സിമം ശ്രമിക്കാം, അതാണ് ഒന്നുകൂടിയും നല്ലത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാനും ഒരു ചായ കുടിക്കാനും വേണ്ടിയുള്ളൊരു സ്പോട്ട് നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അടിപൊളി ചായക്കട നമുക്ക് കിട്ടിയത്. പൊളി വൈബാണ്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാട്ടോ, കൊള്ളാം. ചായക്കട കൊള്ളാം. ചായ കുടിച്ചോ, കുടിക്കല്ലേ? നമുക്ക് ഇവിടുന്ന് ഏകദേശം 65 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തഞ്ചാവൂരെത്തും. ബസ്സുകൾ പറന്നു പോകുന്നു. ഇതൊക്കെ മിന്നി കത്തിക്കണ്ടല്ലോ ഇവിടെ. വേളാങ്കണ്ണി വേളാങ്കണ്ണി. വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ആ എഞ്ചിന്റെ ഒരു ഫീൽ, ഇതൊക്കെ കിട്ടുമ്പോ തന്നെ നമ്മളെ പകുതി പ്രശ്നങ്ങളും നമ്മള് മറന്ന് കളയും. നമുക്ക് ടെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഒരു ബൈക്ക് എടുത്ത എവിടെയൊക്കെ തന്നെ പോയാൽ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ സോൾവ് ആവും. കുറച്ച് ഒന്നല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ മാറുന്ന പോലും നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും. അത് നല്ലൊരു സംഭവമാണ് ഈ ട്രാവല്. ഏകദേശം നമ്മളൊന്ന് കവർ ചെയ്ത് അത്യാവശ്യം കിലോമീറ്ററോളം ഇപ്പൊ തന്നെ ഓടിക്കണേ. ട്രിപ്പ് പോയി അവിടെ എത്തുമ്പോഴേക്ക് നമുക്കൊരു 430-440 കിലോമീറ്റർ ആവും തഞ്ചാവൂർ എത്തുമ്പോ. നമുക്ക് നിർത്തി പോവാ, നല്ല രസം അല്ലേ? ഇതൊക്കെ ഏതാ സ്ഥലം പോലും അറിയാത്ത സ്ഥലത്ത് നമ്മൾ നിക്കണേ ലച്ചോ. എന്തായാലും കൊള്ളാം. ബസ്സൊക്കെ ചീറിപ്പായുന്നുണ്ട്. അതൊക്കെ കേട്ടോ, അതൊക്കെ ഗവൺമെന്റ് ബസ്സല്ല, ടൂറിസ്റ്റ് ബസ്സാണ്. ഇവിടെ ഉണ്ടല്ലോ റൂംസ് അവൈലബിൾ ആണ്. എന്തായാലും നമ്മൾ ഇവിടെ നിന്നും എടുക്കില്ല, ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു കാര്യമില്ല, നേരെ പിടിക്കണം. ഹെൽമെറ്റും അതേപോലെ തന്നെ വണ്ടിയൊക്കെ ഇടുന്ന ഉറയുന്നുണ്ട് കാറ്റിന്റെ ശക്തി കൊണ്ട്. അത്രയധികം കാറ്റുണ്ട്, കാറ്റ് ഭയങ്കര കേട്ടോ. അപ്പൊ നമ്മള് തഞ്ചാവൂർ എത്തിയിട്ട് റൂം എടുത്തിട്ടുണ്ട്.
പക്ഷെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. പുറത്ത് പിടുത്തം വിട്ട മഴയാണ്. ഇതാ അച്ചിവിടെ ഉണ്ട്. മഴ കുറഞ്ഞിട്ടൊന്നുമില്ല, നല്ല മഴയിടോ. പുറത്തേ കാണിച്ചു തരാം. പുറത്ത് മഴ നോക്കാം. ഹെൽമെറ്റും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിടുത്തം വിട്ട മഴയാണ് പുറത്ത്. നല്ല മഴയുണ്ടല്ലോ. ആകെ റോഡൊക്കെ നനഞ്ഞ് കുളിച്ചിറങ്ങണം. പിന്നെ എന്തായാലും മഴ ഒന്ന് മാറുന്നവരെ കാത്തിക്കുക, അല്ലെങ്കിൽ നേരെ പോവാന്ന് ആലോചിക്കണേ. ഭക്ഷണം കഴിക്കണം കേട്ടോ. നമ്മളെ ഹോട്ടല് എങ്ങനെയുണ്ട്? ഹോട്ടൽ എങ്ങനെയുണ്ട്? പക്ഷെ ലൈറ്റ് ഇടണ്ടല്ലോ. ലൈറ്റ് ഇട്ട് കളറാക്കൂ. എന്താ സെറ്റപ്പ് അല്ലേ? പിന്നെ നമ്മൾ കാലത്ത് പോവും. കാലത്ത് ഒരു 4 മണി 5 മണി ആകുമ്പോൾ നേരെ നമ്മള് ബിഗ് ടെമ്പിൾ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 430 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മൾ തഞ്ചാവൂരെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.